ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സൂപ്പർ കാരമൽ പുഡിംഗ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. നല്ലൊരു ഡെസേർട്ട് കഴിക്കണമെന്ന് തോന്നുമ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇത്. പക്ഷെ പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ക്ഷമയോടുകൂടി കാത്തിരിക്കണം. പുഡിംഗ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല കൊഴുപ്പുള്ള പാല് തന്നെയാണ്. മിൽമ അങ്ങനെയൊന്നുമല്ല, വീട്ടിൽ ഉള്ള പശുവിൻ്റെ പാല് തന്നെയാണ്. നല്ല കൊഴുപ്പുള്ള കട്ടിപ്പാലാണ്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടി ചേർത്തിട്ടാണ് നല്ലോണം ബോയിൽ ചെയ്തെടുത്തത്. ഇതിപ്പോൾ ഒന്ന് വേഗം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 1 കപ്പ് ഓഫ് മിൽക്കാണ്. അതിലേക്ക് 3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഷുഗർ വേണ്ടി വരുമ്പോൾ ഒരു നോർമൽ പേഴ്സണ്, എനിക്ക് മധുരം അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറവ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മളിത് ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മധുരം ഇത്തിരി മുകളിൽ നിൽക്കണം, എന്നാലേ സ്റ്റീം ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തവയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കുറച്ച് സ്വല്പം വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം ബോയിൽ ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ബർണർ ഓഫ് ചെയ്യുന്നുണ്ട്. അധികം ഹീറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ ചൊവയായിരിക്കും വരുന്നത്. അത് കാരണം നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ടൈമിങ് നമ്മൾ നോക്കി തന്നെ ഇരിക്കണം. ഇനി ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യുന്നത് ആ മോൾഡിലേക്ക് ഇത് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവും. അപ്പോൾ സ്പീഡിൽ വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ പാലിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മുകളിൽ കിടക്കുന്നത് പ്രാണിയൊന്നുമല്ല കേട്ടോ, അതാ ഏലക്കപ്പൊടിയാണ് കേട്ടോ. പിന്നെ നല്ലോണം നെയ്യൊക്കെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിയുള്ള പാലാ. 3 നാടൻ മുട്ടയാണ് ഞാനിതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരെണ്ണം ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി 2 എണ്ണത്തിൻ്റെ യോക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ട മുഴുവനായിട്ട് ഉപയോഗിക്കാം. നല്ലോണം ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 നുള്ളു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ പാല് ഇച്ചിരിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിലപ്പോൾ ഈ മുട്ടയുടെ മണം ഇഷ്ടാവില്ലായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യാം. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി മോൾഡിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിലെന്തൊക്കെ ഞാൻ ഇളക്കിയാലും കുറച്ച് ലംസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാത്രം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്, വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. ഞാനത് മറന്നുപോയായിരുന്നു. പിന്നെ ഓർത്തിട്ടാണ് ഞാൻ രണ്ടാമത് വെച്ചത്. ഇല്ലെങ്കിലേ മുകളിലേക്ക് പോണ ആവി തട്ടിയിട്ട് വെള്ളം അതിലേക്ക് തന്നെ വീഴും. അപ്പോൾ അത് മര്യാദക്ക് കുക്കായി കിട്ടില്ല. ഞാൻ ഒരു 1/2 hour ഇങ്ങനെ സ്റ്റീം ചെയ്ത്, അതും ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അധികം അങ്ങോട്ട് വെട്ടിത്തിളയ്ക്കുന്ന ഫ്ലെയിമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും കുക്കിങ് ശരിയാവില്ല. ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ സൈഡിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം കുക്കായി എന്നാണ് അർത്ഥം. ഇപ്പോഴും ഇത് കഴിക്കാൻ റെഡി ആയിട്ടില്ല. ഇനി നമുക്കൊരു 12 hours ഫ്രിഡ്ജിലൊന്ന് വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ദേ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി. എന്നാൽ ഒരുപാട് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മിച്ചിക്ക് കൊടുക്കാതെ വിചാരിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അമ്മിച്ചിയുടെ അടുത്തുനിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇത്തിരി പാടാണ്, നല്ല ക്രിട്ടിക്കാണ്. ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കണം. അപ്പം അമ്മിച്ചിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമുക്ക് പേടിക്കണ്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.